നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കംപ്ലയിൻറ്റിനെ കുറിച്ചാണ്. ആളുകൾ പറയുന്നത് പലപ്പോഴും നമ്മുടെ കമൻറ്റിൽ പലപ്പോഴും കാണാറുണ്ട്. എനിക്ക് കൈക്കും തരിപ്പും പെരുപ്പുമാണ് ഡോക്ടറെ, ഇത് വാതരോഗത്തിൻ്റെ ലക്ഷണമാണോ? അപ്പോൾ പലപ്പോഴും ഈ തരിപ്പ് പെരുപ്പ് എന്ന് പറയുന്ന സെൻസേഷൻസാണ്. നമ്മളറിയാം, നമുക്ക് തൊടുന്നു എന്ന് പറയുന്ന പോലെയുള്ള സെൻസേഷനാണ് തരിപ്പും പെരുപ്പും. ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞരമ്പിൻ്റെ, അതായത് ന്യൂറോൺസിൻ്റെ ഒരു ഫയറിംഗ് ആണ്. സാധാരണ നമ്മൾ തൊടുമ്പോഴാണ് ഞരമ്പ് മുകളിലോട്ട് സെൻസേഷൻ ഇടുന്നെങ്കിൽ തരിപ്പിനും പെരുപ്പിനും എന്താ സംഭവിക്കുന്നത്? തൊടാതെ തന്നെ ചെറിയ സെൻസേഷൻ ബ്രെയിനിലോട്ട് ഇത് അയച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് ഈ തരിപ്പും പെരുപ്പുമായിട്ട് ഞരമ്പിനെ ബാധിക്കുന്ന, നെർവ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തരിപ്പും പെരുപ്പും ഉണ്ടാകുന്നുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് വാതരോഗങ്ങൾ ഉണ്ടാകാമോ? ഉണ്ടാകാം. വാതരോഗങ്ങൾ ലക്ഷണമായിട്ട് തരിപ്പും പെരുപ്പും വരാമോ? വരാം. കാരണം പല വാതരോഗങ്ങളിൽ പലതിലും ഞരമ്പിനെ ബാധിക്കുന്ന വാതരോഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ആരെങ്കിലും റുമറ്റോയിഡ് ആർത്രൈറ്റിസിനോ SLEക്കൊക്കെ ചികിത്സ എടുക്കുകയാണെങ്കിൽ അവർക്ക് തരിപ്പ് വരുമ്പോൾ അവർ ഡോക്ടറോട് ഫസ്റ്റായിട്ട് പറയണം. ഈ തരിപ്പും പെരുപ്പും വരാനുള്ള കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വാതരോഗം ഞരമ്പിനെ ബാധിക്കുമ്പോഴാണ്. ഒന്ന്, തരിപ്പ് വാതരോഗത്തിൽ ലക്ഷണമായിട്ട് വരാമെന്ന് ചോദിച്ചാൽ വരാം. കാരണം പല വാതരോഗങ്ങളും ഞരമ്പുകളെ ബാധിക്കാം. ഞരമ്പുകളെ ബാധിച്ച് കഴിയുമ്പോൾ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ തരിപ്പ് വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന എല്ലാ വാതരോഗങ്ങളിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. അതായത് അത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് വെച്ചാൽ കയ്യിൽ ഉണ്ടാകുന്ന പെരുപ്പാണ്. ഇവിടെ കൈ തണ്ടയില്ല, റിസ്റ്റിൽ ഒരു കാർപ്പൽ ടണൽ എന്നൊരു ചെറിയൊരു ടണലുണ്ട്. ഈ ടണലിലൂടെയാണ് നമ്മുടെ ഒരു ഞരമ്പ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നീര് വന്നു കഴിയുമ്പോൾ ഈ ഞരമ്പ് ഇവിടെ അമങ്ങും, ഞരമ്പിനെ കൊങ്ങക്കി പിടിച്ച പോലെ. അപ്പോൾ ഞരമ്പ് ഇവിടുത്തെ സെൻസേഷൻ പതുക്കെ കുറയും. അത് ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ആൾ ഡ്രൈവ് ചെയ്യുവാണ്, ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ളവർ സാധാരണ പറയുന്നത് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കൈയും കാലും തരിച്ചു, അല്ലെ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്, അതായത് പെട്ടെന്ന് കുറച്ച് ഇരുന്ന് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ അരിഞ്ഞു കഴിയുമ്പോൾ കൈയെല്ലാം ഭയങ്കരമായിട്ട് തരിച്ചു, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, കൈ തരിച്ചു, അല്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കത്തിൽ ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങി തരിച്ച് എഴുന്നേറ്റ് കൈ കുടഞ്ഞു, അപ്പോൾ തരിപ്പ് കുറഞ്ഞു. അത് ചിലർക്ക് വാതരോഗത്തിൻ്റെ ചികിത്സയിൽ തന്നെ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം കുറഞ്ഞു വരും. ചിലർക്ക് ചെറിയ ഇഞ്ചക്ഷൻ എടുക്കണം, ചിലർക്കത് ഈ ഇവിടെ ചെറിയ ആ ടൈറ്റായിട്ട് എവിടെയാണോ ഇരിക്കുന്നത് കാർപ്പൽ ടണൽ ചെറുതായിട്ട് പൊട്ടിച്ചു വിടേണ്ടി വരും, ചെറിയൊരു മൈനർ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ തരിപ്പും പെരുപ്പും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് പറയുക. അത് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. പെരിഫറൽ ന്യൂറോപ്പതി കയ്യിൽ മാത്രമല്ല, കൈ മൊത്തം ധരിക്കുന്നു, കാല് മൊത്തം ധരിക്കുന്നു, അവിടെ കാല് ചെരുപ്പൊക്കെ ഇട്ടത് അഴിഞ്ഞു പോകുന്നു, കയ്യിൽ പിടിക്കുന്നത് അറിയാതെ വരുന്നു. അതിനൊക്കെയാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജാണിത്. ആ ഞരമ്പുകളുടെ ഫംഗ്ഷൻ കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുന്നത് പല കാര്യം കൊണ്ട് വരാം. ഒന്ന് ഡയബറ്റീസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ B12 ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് B12 ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് B12 ലെവൽ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പെരിഫറൽ ന്യൂറോപ്പതി വരാം. അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി കുറേ കാര്യങ്ങളുണ്ട്. ഈ വാതരോഗികൾക്ക് ഇത് വരുന്നത് ഒന്ന് ഈ അസുഖം കൊണ്ട് തന്നെ വരാം. അതായത് SLEയിലോ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലോ കൈകാല പെരുപ്പ് വരാം. അത് ആ ഞരമ്പുകളുടെ നീർക്കെട്ട് വരുന്നതുകൊണ്ടാണ് അത് വരുന്നത്. രണ്ട്, ഈ B12 ഡെഫിഷ്യൻസി പോലെയുള്ള നമുക്ക് B12 എന്നുള്ള വിറ്റമിൻ കിടക്കുന്നത് പലപ്പോഴും നമ്മൾ നോൺ വെജ് പാലിലോ മുട്ടയിലോ അല്ലെങ്കിൽ നോൺ വെജ് ഫുഡിലൊക്കെയാണ്. അപ്പോൾ ഫുൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് കിട്ടിക്കോണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റാം? എഗെയിൻ B12 ഡെഫിഷ്യൻസി വരാം. മൂന്നാമത് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ B12 ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ ഞരമ്പുകളുടെ ഫംഗ്ഷൻ കുറയും. അങ്ങനെ വരുമ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി വരാം. അത് ഭയങ്കര സിവിയറായിട്ട് പെരിഫറൽ ന്യൂറോപ്പതി തന്നെയായിരിക്കും. അപ്പോൾ ആളുകൾക്ക് കാലിലും കയ്യിലും സെൻസേഷനൊക്കെ കുറയാം. മൂന്നാമത്തെ, അതിനേക്കാളും വലിയൊരു പ്രശ്നം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്, ചിലപ്പോൾ റെയറായിട്ടാണ് എങ്കിലും മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും കാലിലെ പെരുപ്പ് തരിപ്പും വരാം. അപ്പോൾ ഒന്ന് അസുഖം കൊണ്ട് വരാം, ഈ അസുഖം ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള കോസ് കൊണ്ട് വരാം. മൂന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത് വരാം. എസ്പെഷ്യലി ലെഫ്ലൂണമൈഡ് കഴിക്കുന്നവർക്ക് ചെറിയ തരിപ്പുണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കണം. അത് പ്രത്യേക തരത്തിലാണ് കേട്ടോ. എല്ലാ ലെഫ്ലൂണമൈഡ് കഴിക്കുന്ന എല്ലാവർക്കും ഒന്നും തരിപ്പ് വരത്തില്ല. വളരെ വേറെ ചെറിയ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് 100 ഒരാൾക്കൊക്കെ ചിലപ്പോൾ കൈകാല തരിപ്പ് വരാം. അങ്ങനെയാണ് മരുന്ന് കൊണ്ടാണെന്ന് കൂടി നോക്കണം. ആ മരുന്ന് ഒഫൻഡിങ് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അത് ശരിയാകുകയും ചെയ്യും. പലപ്പോഴും ചെറിയ രീതിയിലുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൺട്രോൾ ആകും. വാതരോഗം കൊണ്ടൊന്നും ആയിരിക്കില്ല, ചെറിയൊരു വിറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത് വരുന്നത്. ചെറിയ വിറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകും. ശരിയായില്ലെങ്കിൽ പലപ്പോഴും നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. എവിടെയാണ് ഞരമ്പിന് ബ്ലോക്ക്, ഞരമ്പിൻ്റെ ഫംഗ്ഷൻ അസസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഒരു 80-90% ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കും, ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. വേറെ കുറച്ച് ആളുകൾക്ക് ഈ ഞരമ്പ് ടെസ്റ്റും നോർമലാണ്, ഇതെല്ലാം നോർമലാണ്. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഫൈബ്രോമയാൾജിയയുടെ ലക്ഷണമായിട്ടും, നമ്മൾ പേശിവാദം എന്നൊക്കെ പറയുന്ന ഫൈബ്രോമയാൾജിയയുടെ ലക്ഷണമായിട്ടും ഇതുപോലെ തരിപ്പും പെരുപ്പും വരാം. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും. പിന്നെയുള്ളൊരു ഈ പെരുപ്പും വരുന്നതിനുള്ള ഒരു റീസണാണ് സ്മോൾ ഫൈബർ ന്യൂറോപ്പതി. അതായത് നമുക്ക് ടെസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാളും ചെറിയ ഫൈബറിലുണ്ടാകുന്ന നീർക്കെട്ട്, സ്മോൾ ഫൈബർ ന്യൂറോപ്പതി. അത് പലപ്പോഴും കാണുന്നത് ജോഗ്രെൻ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിലാണ് പലപ്പോഴും ഇത് കാണുന്നത്. അതിലും ഇതുപോലെ തരിപ്പും പെരുപ്പും വരാം.